കേരളത്തിന് 24,000 കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ആവശ്യപ്പെട്ടു. ഇത് അടുത്ത കേന്ദ്ര ബജറ്റിൽ ഉൾപ്പെടുത്തി പ്രഖ്യാപിക്കണമെന്നും കോവിഡ് ആഘാതത്തിൽ നിന്നും കരകയറാനുള്ള കേരളത്തിൻ്റെ ശ്രമങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പല നയങ്ങളും നടപടികളും തടസ്സമാകുന്നുവെന്നും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. വിവരങ്ങളുമായി ഷീജ ചേരുന്നു. ഷീജ, കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കേരളത്തിന് 24,000 കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ആവശ്യപ്പെട്ടു. ഇത് അടുത്ത കേന്ദ്ര ബജറ്റിൽ ഉൾപ്പെടുത്തി പ്രഖ്യാപിക്കണമെന്നും കോവിഡ് ആഘാതത്തിൽ നിന്നും കരകയറാനുള്ള കേരളത്തിൻ്റെ ശ്രമങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പല നയങ്ങളും നടപടികളും തടസ്സമാകുന്നുവെന്നും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ വ്യക്തമാക്കി. 24,000 കോടി രൂപയുടെ സാമ്പത്തിക പാക്കേജ് വേണം ആവശ്യമുന്നയിച്ചാണ് ധനമന്ത്രി ഷീജയുണ്ട്. ഷീജ, കൂടുതൽ വിശദാംശങ്ങൾ. തീർച്ചയായും കേരളത്തിന് 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് അടുത്ത ബജറ്റിൽ ഉൾപ്പെടുത്തി പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. മനുഷ്യവിഭവ വികസനം, അതോടൊപ്പം തന്നെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ, സ്റ്റാർട്ടപ്പ്, നൂതനത്വം തുടങ്ങിയ രാജ്യത്തിന് അഭിമാനകരമായ നിലയിലുള്ള നേട്ടങ്ങൾ കേരളത്തിന് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവ നിലനിർത്തുന്നതിനും കൂടുതൽ മുന്നേറുന്നതിനും സഹായകരമായ നിലയിലുള്ള സാമ്പത്തിക സഹായമാണ് ആവശ്യം. നിലവിലെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രയാസങ്ങളും മറികടക്കാൻ ഉതകുന്ന നിലയിൽ 2 വർഷ കാലയളവിലെ പ്രത്യേക സാമ്പത്തിക സഹായമാണ് കേരളം തേടിയിരിക്കുന്നത് എന്നുള്ള കാര്യവും ധനമന്ത്രി വ്യക്തമാക്കുന്നു. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പ്രീ ബജറ്റ് ചർച്ചയുടെ ഭാഗമായി വിളിച്ചിട്ട സംസ്ഥാന ധനമന്ത്രിമാരുടെ യോഗത്തിലാണ് ഈ ഒരു ആവശ്യം സംസ്ഥാനം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ബിനോ, കേരളത്തിന് 24,000 കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ആവശ്യപ്പെട്ടു. ഇത് അടുത്ത കേന്ദ്ര ബജറ്റിൽ ഉൾപ്പെടുത്തി പ്രഖ്യാപിക്കണമെന്നും കോവിഡ് ആഘാതത്തിൽ നിന്നും കരകയറാനുള്ള കേരളത്തിൻ്റെ ശ്രമങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പല നയങ്ങളും നടപടികളും തടസ്സമാകുന്നുവെന്നും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ വ്യക്തമാക്കി. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഷീജ.